കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഈ കാലഘട്ടത്തിൽ കേരള സഭ നവീകരണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൽ പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട 15 കാര്യങ്ങളിലൊക്കെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ അല്പം കരുണ കാണിക്കണം എന്ന ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് ഇത് തന്നെയാണ്. നമ്മിൽ നിന്ന് ചിലപ്പോഴൊക്കെ അകന്നു നിൽക്കുന്ന, അപരിചിതരെന്ന് കരുതുന്ന വ്യക്തികളിലേക്ക് ഒരു കരം കൊടുക്കുക എന്നത്. ഇനി ഒരു രണ്ടാമത്തെ ആത്മശോധന എന്ന് പറയുന്നത്, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹവിശാലത നമ്മൾ പ്രകടിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ സമാന ചിന്താഗതിയിലുള്ള വ്യക്തികളിലേക്ക് മാത്രം നമ്മുടെ സ്നേഹവിശാലത ഒതുങ്ങിപ്പോകുന്നു എന്നത് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ജന്മം കൊണ്ട് ഒന്ന് പരിചയപ്പെടാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ കഴിയുന്ന വ്യക്തികളുടെ എണ്ണം ഈ ലോകത്തിലെ ജനസംഖ്യയുമായി ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ മൺതരിയോളം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ പോലും ഈ ലോകത്തിൽ എല്ലാവരോടുമായി ഒരിക്കലും സംസാരിച്ചിട്ടില്ല, എല്ലാവരോടുമായി ഒരിക്കലും ഹസ്തദാനം ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ നമ്മളിങ്ങനെ ഒരു യാത്ര തിരിക്കുമ്പോൾ അധികവും സഞ്ചരിക്കുന്നത് അപരിചിതരുടെ ഇടയിലൂടെയാണ്. ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റാവുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത്, ഈ സ്നേഹവിശാലതയിൽ നമ്മുടെ തത്വശാസ്ത്രങ്ങളോട് യോജിച്ചു പോകുന്ന വ്യക്തികളോട്, നമ്മുടെ വിശ്വാസ ആചാരങ്ങളോട് യോജിച്ചു പോകുന്ന വ്യക്തികളോട്, നമ്മുടെ പാരമ്പര്യങ്ങളോട് യോജിച്ചു പോകുന്ന വ്യക്തികളോട്, നമ്മുടെ മതത്തോട് യോജിച്ചു പോകുന്ന വ്യക്തികളോട് മാത്രം നമ്മുടെ സ്നേഹവിശാലത ഇങ്ങനെ പ്രകടിപ്പിക്കുക എന്നതാണ്. അതെനിക്ക് തോന്നുന്നു തീർച്ചയായും ഒരു ശരിയായ മനോഭാവത്തിലേക്കല്ല എന്ന്. ക്രിസ്തു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഇടുങ്ങിയ സ്നേഹവിശാലതയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സുവിശേഷത്തിൽ ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ ഇങ്ങനെ 99 മേന്മയുള്ള ആടുകളേക്കാൾ സൗന്ദര്യം ക്രിസ്തു കാണുന്നത് ഒരുപക്ഷെ ഈ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിലാണ്. ഈ നഷ്ടപ്പെട്ടു പോയ ഒരു തൊട്ടിലാണ് ക്രിസ്തു സൗന്ദര്യം കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ കണ്ടെത്തുന്ന ഈ ആട്ടിൻകുട്ടിയെയും ഈ തൊട്ടിനെയും ഒക്കെ തിരികെ അപരിചിതമായൊരു പ്രദേശത്ത് നിന്ന് പരിചിതമായ ഇടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ വലിയ ഒരു കർമ്മമാണ് ക്രിസ്തു ചെയ്യുന്നത്.